ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പിക് ഗ്ലോബലൈസേഷൻ ആണ്. മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ LPGയിലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഈ ടോപ്പിക്കൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഇക്കോണമി വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ് ബൈ ലിബറലൈസിങ് റെഗുലേഷൻസ്, ഓപ്പണിംഗ് അപ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. നമ്മുടെ ഇക്കോണമിയെ മറ്റുള്ള കൺട്രീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ലിബറലൈസ് ചെയ്യുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ, ടെക്നോളജി, മാർക്കറ്റ്സ്, പീപ്പിൾ എക്സെട്ര. അതായത് നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഫ്രീ ഫ്ലോ നമ്മുടെ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ടെക്നോളജി നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാർക്കറ്റ്സ് നമുക്ക് കേപ്പബിൾ ആക്കാനുള്ള, മാർക്കറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. ദെൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ഫ്ലോ ഓഫ് പീപ്പിളും അവൈലബിൾ ആണ്. ദെൻ ഫോർ എക്സാമ്പിൾ ആണ് ഫോറിൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ആപ്പിൾ, ആമസോണൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന് എതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് പറയുന്നത്. ബാരിയേഴ്സ് ടു ആക്സസിങ് ഡെവലപ്ഡ് കൺട്രി മാർക്കറ്റ്സ്. ചെറിയ കൺട്രീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡെവലപ്ഡ് കൺട്രി മാർക്കറ്റ്സിലൊക്കെ ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫിനാൻഷ്യലി കേപ്പബിലിറ്റി ഒക്കെ അവരത് കുറവായിരിക്കും. ദെൻ റൈസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ സം സെക്ടർ. ലോക്കൽ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കൽ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയുകയും അൺഎംപ്ലോയ്മെൻറ്റിനുള്ള ചാൻസും ഉണ്ട്. ദെൻ ഡിസ്റപ്ഷൻസ് ഇൻ സോഷ്യൽ ഓർഡർ. നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷനിലൊക്കെ ഇവരുടെ ഈ ഒരു ഗ്ലോബലൈസേഷൻ വഴിയുള്ളത് നമ്മൾ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇൻക്രീസ്ഡ് നാഷണൽ ഡെപ്റ്റ്. നമ്മൾ പറഞ്ഞു ചെറിയ കൺട്രീസിനൊക്കെ ഇത് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഡെവലപ്ഡ് കൺട്രി മാർക്കറ്റ്സിലൊക്കെ ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ഡെപ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും, അതായത് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ നാഷണൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പൊട്ടൻഷ്യൽ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നെസസറി പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. അങ്ങനെ പൊട്ടൻഷ്യൽ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇനബിലിറ്റി ടു അഡ്രസ് സോഷ്യൽ ചലഞ്ചസ്. നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ ചലഞ്ചസിനെ മീറ്റ് ചെയ്യാനുള്ള അണേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഇക്കോണമിക് ഗ്രോത്ത് ദാറ്റ് പ്രൈമർലി ബെനിഫിറ്റ് വെൽത്തി മാർക്കറ്റ്സ്. അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പ്രൈമറായിട്ടും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വെൽത്തി കൺട്രീസിനായിരിക്കും അല്ലേ. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലായിട്ട്, ഈ ഗ്ലോബലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലായിട്ടും കിട്ടുന്നത് വെൽത്തി കൺട്രീസിനായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. നമ്മുടെ ടൈം കഴിയാറായി. സെക്കൻഡ് ജനറേഷൻ റിഫോംസ് നെക്സ്റ്റ് ക്ലാസ്